സംസ്ഥാനത്തെ 12 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് മികച്ച വിജയം. തെരഞ്ഞെടുപ്പ് നടന്ന 12 വാർഡുകളിൽ 8ലും എൽഡിഎഫ് ജയിച്ചു. വിവരങ്ങളുമായി കെ.ജി. ദിനകർ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. ദിനകർ, എങ്ങനെയാണ് ഈ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുചിത്രം? മിന്നുന്ന വിജയമാണ് എൽഡിഎഫ് ഉപതെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. 12 വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 6 ജില്ലകളിലെ 7 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും കോഴിക്കോട്, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ 4 മുനിസിപ്പൽ വാർഡുകളിലും കോഴിക്കോട് ജില്ലയിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 12 ഇടത്ത് തെരഞ്ഞെടുപ്പ് നടന്നതിൽ 8 ഇടത്തും എൽഡിഎഫിന് വിജയിക്കാൻ കഴിഞ്ഞു. ഇത് സ്വാഭാവികമായും എൽഡിഎഫ് സർക്കാർ ഒരു വർഷം പിന്നിടുന്ന വേളയിൽ ഇത് ഒരു വലിയ വിജയമായി തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്തേണ്ടി വരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടിയും 3 വാർഡുകൾ എൽഡിഎഫ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സ്വാഭാവികമായും ഒരുപക്ഷെ നമുക്ക് എൽഡിഎഫ് സർക്കാരിനുള്ള ഒരു അനുകൂലമായിട്ടുള്ള വിധിയെഴുത്ത് എന്നൊക്കെ പറയാമെങ്കിലും അത് അങ്ങനെയല്ല എന്ന് വാദിക്കുന്നവരും ഉണ്ടാവാം. എന്തായാലും ഒരു വർഷം പിന്നിടുന്ന വേളയിൽ എൽഡിഎഫ് സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ട് കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. കേവലം പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ കൂടിയും 12 വാർഡുകളിലേക്കാണ് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ UDF പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF വിജയം നേടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ 3 വാർഡുകളും LDF ഇക്കുറി പിടിച്ചെടുത്തു. 2 ഇടത്ത് UDFിൽ നിന്നും ഒരിടത്ത് സ്വതന്ത്രിൽ നിന്നുമാണ് സീറ്റ് പിടിച്ചെടുത്തത്. പത്തനംതിട്ട മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കിഴക്കേക്കര വാർഡിൽ ജേക്കബ് തോമസ് ആണ് വിജയിച്ചത്. UDFിൽ നിന്ന് വാർഡ് LDF പിടിച്ചെടുക്കുകയായിരുന്നു. 87 വോട്ടാണ് ഭൂരിപക്ഷം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായ കുരുവിള ജോർജ് വിജയിച്ച വാർഡ് കൂടിയാണ് ഇത്. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നായിരുന്നു ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ കുമ്പഴ വെസ്റ്റ് വാർഡ് UDF നിലനിർത്തുകയുണ്ടായി. ആലപ്പുഴ എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് കുമാരപുരം വാർഡും LDF പിടിച്ചെടുത്തു. CPMലെ സീതമ്മയാണ് 34 വോട്ടിന് ഇവിടെ വിജയിച്ചത്. തൃശൂർ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടുവിക്കര വെസ്റ്റ് വാർഡിൽ CPMലെ VG അനിൽകുമാർ വിജയിച്ചു. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ, അതായത് കോൺഗ്രസിന് UDFിന് ലഭിച്ചതിൽ 4 സീറ്റ് ലഭിച്ചതിൽ 2 സീറ്റും മലപ്പുറത്തു നിന്നുമാണ് ലഭിച്ചിരിക്കുന്നത്. ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ചിയാനൂരിൽ, കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് ചെങ്ങാനിയിൽ എന്നീ 2 വാർഡുകളിലാണ് മുസ്ലിം ലീഗ് വിജയിച്ചത്. കണ്ണൂർ ജില്ലയിൽ 3 ഇടത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 3 ഇടത്തും LDFിന് വിജയിക്കാൻ കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3-ൽ 2 ഇടത്തും LDFിന് വിജയിക്കാൻ കഴിഞ്ഞു. ഒരിടത്താണ് UDF വിജയിച്ചത്. ഇരു മുന്നണികളും ഇവിടെ കഴിഞ്ഞ തവണ ജയിച്ച സീറ്റുകൾ നിലനിർത്തുകയായിരുന്നു. എന്തായാലും 12 ഉപതെരഞ്ഞെടുപ്പ് നടന്ന 12 വാർഡുകളിൽ 8 ഇടത്തും LDFിന് മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. 3 ഇടത്ത് LDFിന് സീറ്റ് UDFിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതും വലിയൊരു നേട്ടമായി തന്നെയാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുക. അതായത് ഈ 12 സീറ്റിൽ 4 സീറ്റ് മാത്രമാണ് UDFിലേക്ക് പോയിട്ടുള്ളത്. ബാക്കി 8 സീറ്റും LDFിനൊപ്പമാണ് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു വർഷം ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന തരത്തിൽ പറയാനാവില്ല എങ്കിൽ പോലും ഭരണപരമായ ചില വികാരങ്ങൾ പ്രതിഫലിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ കൂടി കാണാമോ ഇതിനെ? തീർച്ചയായും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരസഭകളിലേക്ക് കൂടി ചില വാർഡുകളിലേക്ക് കൂടി തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. നമുക്ക് അതിനെ അങ്ങനെ വിലയിരുത്താൻ കഴിയുകയില്ല എങ്കിൽ കൂടിയും സ്വാഭാവികമായും ഇത് ഒരു ചെറിയ വിജയമാണെന്ന് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയേണ്ടി വരും. ഒരു വർഷം പൂർത്തിയാകുന്ന വേളയിൽ 12 ഇടത്ത് തെരഞ്ഞെടുപ്പ് നടന്ന 12 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നതിൽ 8 ഇടത്തും LDFിന് മികച്ച വിജയം നേടാൻ കഴിഞ്ഞത് ചെറിയ ഒരു കാര്യമായി കാണാൻ കഴിയുകയില്ല. അരുൺ. കെ.ജി. ദിനകറാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. സംസ്ഥാനത്തെ 12 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFിന് മികച്ച വിജയം. തെരഞ്ഞെടുപ്പ് നടന്ന 12 വാർഡുകളിൽ 8ലും LDF ജയിച്ചു.